തിരുവനന്തപുരം കോർപ്പറേഷനിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ CPM-ൽ വൻ കലഹം. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി നേതാക്കളുടെ പിടിവാശി തോൽക്കാൻ കാരണമായി എന്ന് പാർട്ടിക്കകത്ത് വിമർശനമുയർന്നു. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത് തുടങ്ങിയ നേതാക്കൾക്കെതിരെ വിമർശന ശബ്ദമുയർന്നു. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ സ്വന്തം വ്യക്തിപ്രഭാവം നോക്കിയപ്പോൾ പാർട്ടിക്ക് പ്രഭാവം നഷ്ടമായി എന്നും ആരോപണമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പല കണക്കുകൾ CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നിരത്തി. പ്രത്യേകിച്ചും 2010 വോട്ട് കണക്കുകളും അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റുമെല്ലാം വോട്ട് കണക്കുകളുമായി അതിനെ വാദിക്കാനാണ്, പ്രതിരോധിക്കാനാണ് CPM-ന്റെ നേതൃത്വം ശ്രമിച്ചതെങ്കിൽ താഴെത്തട്ടിൽ ആ വികാരമല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ. മന്ത്രി, അതോടൊപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് വി ശിവൻകുട്ടി, ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾക്കെല്ലാം തന്നെ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ചും LDF-ന്റെ കയ്യിലിരുന്ന ഭരണം കൊണ്ടുകളഞ്ഞത് ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഉണ്ടായ വീഴ്ചയാണ് എന്നുള്ള കാര്യം നേതാക്കൾ തുറന്നടിക്കുന്നു. ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രൻ സ്വന്തം വ്യക്തിപ്രഭാവം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോൾ പാർട്ടിക്ക് നഷ്ടമായത് ജില്ലയിലെ പാർട്ടിയുടെ പ്രഭാവമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഒപ്പം തന്നെ പലയിടത്തും തോൽവിക്ക് കാരണമായത് നേതാക്കളുടെ പിടിവാശി, പ്രത്യേകിച്ചും വി ശിവൻകുട്ടിയുടെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും പിടിവാശിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. കഴക്കൂട്ടം ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. കടകംപള്ളി സുരേന്ദ്രന് ഇഷ്ടപ്പെട്ട ആളുകളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി. ഒപ്പം വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും VK പ്രശാന്തും അവരുടെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വാർഡുകളിലാണ് കൂടുതൽ പ്രവർത്തനം നടത്തിയത്, മറ്റിടങ്ങളിലേക്ക് പോയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ശിവൻകുട്ടിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത് പേട്ടയിലെ CPM സ്ഥാനാർത്ഥിയും വിജയിച്ചയാളുമായ SP ദീപക്കാണ്. SP ദീപക്കിനെതിരെ അതേ യോഗത്തിൽ വെച്ച് തന്നെ വലിയ രൂക്ഷമായ ഭാഷയിൽ ശിവൻകുട്ടിയും പ്രതികരിച്ചു. അതായത് മേയർ സ്ഥാനത്തേക്ക് നേരത്തെ ഉയർത്തിക്കാണിച്ചുള്ള പ്രചാരണം തിരിച്ചടിയായി എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനം, പ്രത്യേകിച്ചും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതിൽ, പ്രശ്നം പരിഹരിക്കുന്നതിൽ ഫലവത്തായില്ല എന്നുള്ളൊരു വിമർശനമാണ് പല നേതാക്കളും ഉന്നയിച്ചത്. മറ്റ് ജില്ലാ കമ്മിറ്റികളുടെ കൂടി റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് സംസ്ഥാന നേതൃത്വം ഒരു തിരുത്തൽ മാർഗരേഖ പുറത്തിറക്കുക. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.